രഞ്ജിനി ചത്തു. രഞ്ജിനി ഓക്കെ ആണോ? ഞാൻ കിടന്നാ ചെയ്യുന്നത് ഇപ്പൊ. ഐ എം സേയിങ് യു ഞാൻ ചത്തുപോയോ? പട്ടികളെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നോളാടാ ഞാൻ. കല്യാണം നേരത്തെ കഴിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ വേദന ഒന്നും ഉണ്ടായിരുന്നില്ല. സുജാത ഹരിദാസ് സബ്സ്ക്രിപ്ഷൻ തുറക്കുന്നത്. കല്യാണം കുട്ടിയൻ ബ്രസ്റ്റ് ഫീഡിങ് ഇവിടെ മറ്റേ പോലെ ഇരുന്നോളാം ഫുൾ ഡേ എന്ന് പറഞ്ഞിട്ട്. ഹലോ എവറിബഡി. ഹലോ അമ്മ. ഡ്രസ്സൊക്കെ പിന്നെ നേരത്തെ ശരിയാക്കണമായിരുന്നു, തുടങ്ങുമ്പോഴെല്ലാം ശരിയാക്കണ്ടേ? ഓ ആക്ഷൻ ആക്ഷൻ പറയുമ്പോ ശരിയാണോ? തടി കുറഞ്ഞു എന്ന് പറയാൻ വേണ്ടിയാണ്. കുറച്ച് ബ്ലൗസ് ഒക്കെ ലൂസ് ആയപ്പോ കുറഞ്ഞിട്ടുണ്ട്. എവിടെയോ എന്താ ചെയ്യുന്നത് തടി കുറയ്ക്കാൻ? നീ ഓരോരോ ലിങ്ക് അയച്ചു തരും, ഞാനത് ചെയ്യും. 2 ദിവസം കിടക്കും. ഞാൻ യൂട്യൂബിൽ അമ്മയ്ക്ക് വയസ്സായി, അമ്മയ്ക്ക് മടിയാണ്, അമ്മ നടക്കത്തില്ല, ഒരു കോപ്പും ചെയ്യില്ല. അപ്പൊ ഞാൻ ഈ പെട്ടെന്ന് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളുടെ വീഡിയോ അയച്ചു കൊടുക്കും. സോ എന്റെ ലേറ്റസ്റ്റ് സാധനം ലിംഫാറ്റിക് ഡ്രെയിനേജ് അല്ലേ? ലിംഫാറ്റിക് ഡ്രെയിനേജ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എക്സസൈസസ് ആണ്. കൈ പൊക്കുക, ഇരുന്ന് പൊക്കുക, കിടന്ന് പൊക്കുക, അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ലിംഫാറ്റിക് ഡ്രെയിനേജ് ഞാനും ചെയ്യുന്നതാണ്. അത് കിടന്ന് ഒരു ദിവസം ചെയ്യും, എന്നിട്ട് എന്നെ വിളിച്ച് വിളിക്കും. ബിക്കോസ് അമ്മ ഒരാഴ്ച കിടന്ന്. ഇറ്റ്സ് ടു ഫണി. ബട്ട് ഡിഫറൻസ് കാണുന്നുണ്ട് കൈക്കൊക്കെ. ഞാൻ ഈ കോപ്പി ചെയ്തിട്ട് ഒരു വ്യത്യാസമില്ല. അപ്പൊ നിനക്ക് മനസ്സിലായില്ല ഞാൻ ചെയ്യുന്നുണ്ടെന്ന്? അമ്മ ചെയ്യുന്നുണ്ട്, ഞാനും ചെയ്യുന്നുണ്ട്, പക്ഷെ അത് കഴിഞ്ഞിട്ട് വേറെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. Anyway guys, welcome to Aman Me and we are going to react to some comments. ഗ്രീൻ റൂമിന്റെ ഷോ കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ കുറച്ചൊരു ബ്രേക്കിലായിരുന്നു. പക്ഷെ അപ്പോൾ ദാ വരുന്നു ചാകര. ഞാൻ റീസെന്റ് ഒരു വീഡിയോ ചെയ്തു, ഓക്കെ, പെരി മെനോപോസിനെ കുറിച്ച്. ആർച്ച് ഫാക്ടറിലാണ് ചെയ്തത്, ഈ ചാനലിലാണ് ചെയ്തത്. അപ്പോൾ ഐ നെവർ തോട്ട് ദാറ്റ് അത് അധികം റീച്ച് ആവുമോ, അധികം റീച്ച് ആയിന്നല്ല, മച്ചാൻ 50,000 odd people have seen it, okay. പക്ഷെ ആ വീഡിയോ കണ്ടപ്പം ഐ റിയലൈസ് ദാറ്റ്, ഓ മൈ ഗോഡ്, there are so many people who are going through the same thing. ഞാൻ അമ്മയുടെ പറഞ്ഞല്ലോ, അമ്മ പണ്ടെൻ്റെ അത് പറഞ്ഞപ്പം ഞാൻ പുച്ഛിച്ചിട്ടുണ്ട്. മനസ്സിലാക്കുക പോലും ചെയ്യാം. അമ്മയ്ക്ക് അമ്മ വെറുതെ പറയുക, അങ്ങനെ ഞാൻ പറഞ്ഞ ഒരാളാണ്. പക്ഷെ എനിക്ക് ആ ഒരു പ്രായം എത്തിയപ്പോൾ എനിക്കിപ്പം മനസ്സിലായി, നമ്മുടെ അമ്മമാർക്കും ഇതേ പ്രശ്നം വന്നിട്ടുണ്ട്, നമ്മുടെ തെറ്റല്ല, ഇത് ഹോർമോണലി നമുക്ക് നടക്കുന്ന സംഭവം. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ആൻഡ് അത് എന്ത് പറ്റി എനിക്ക്? നീ അന്ന് ഈ പറഞ്ഞത് പോവോ? ഇല്ലല്ലോ. ഇപ്പൊ സോറി വന്നിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് പറയുന്നില്ല. ഞാൻ ആ ഷോ എപ്പിസോഡിൽ പറഞ്ഞു. ഓക്കെ, ഓ മൈ ഗോഡ്. Anyway, that's all right. The point is, അമ്മയ്ക്ക് വേണ്ടി നാട്ടുകാർ കുറെ പേര് എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് we are going to talk about some wonderful comments that I received. Let me tell you, ഞാൻ ഇട്ട വീഡിയോന്റെ താഴെ നല്ല കോമന്റ്സ് ആണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ അവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. 2-3 ഇൻട്രസ്റ്റിംഗ് കോമന്റ്സ് ഉണ്ട്, അത് നമ്മൾ വായിക്കാം. പക്ഷേ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കോമന്റ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ വീഡിയോ കണ്ട് അതിൽ നിന്നും കുറച്ച് വാക്കുകൾ മാത്രം എടുത്ത് സ്വന്തമായിട്ട് മറ്റൊരു കഥാകൃത്തും തിരക്കഥാ സംഭാഷണവും കൂടെ ഉണ്ടാക്കി വീഡിയോസ് ഉണ്ടാക്കിയ അമേസിംഗ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ആവാൻ സാധ്യതയുള്ള ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒരു കൈഡി കൊടുത്തു തന്നെ ഞാൻ ഈ എപ്പിസോഡ് തുടങ്ങുന്നു. വെൽ ഡൺ. എന്താ സ്കിൽ? എന്റെ അമ്മ വിചാരിച്ചു ഞാൻ ചത്തുപോയത്. ഞാൻ വിചാരിച്ചു ഇതെന്താ ഇത്, അയ്യോ എന്റെ നേരാമ്പടി നടക്കണ്ട, ഇത്രയും എന്തായിരുന്നു അമ്മ എങ്ങനെ? അമ്മ, ഐ ഹാവ് ടു ടെൽ യു ദിസ്, ഓ മൈ ഗോഡ്. സോ രഞ്ജിനി ഹരിദാസ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഞാനിപ്പോൾ എന്നെ തന്നെ ഗൂഗിൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. ബിക്കോസ് പെട്ടെന്ന് ഇതെങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ വീഡിയോ ചെയ്തു 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഓരോ ആൾക്കാർ വിളിക്കുന്നു, രഞ്ജിനി ഓക്കെ ആണോ? എനിക്കെന്ത് പറ്റി? അല്ല, മാനസികമായ വല്ല പ്രശ്നം, ശാരീരികമായ, ലൈക്ക് എന്തൊരു എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരും ഇഷ്ടപ്പെടാത്തവരും വരെ എന്നെ വിളിക്കുന്നു. എന്നിട്ട് ഭയങ്കര സ്നേഹം, ഭയങ്കര കൺസേൺ. അപ്പം ഞാൻ ചത്തുപോയോ? എനിക്കൊരു ഡൗട്ട്, ഐ മൈ ഡെഡ്, ഐ ലൈഫ്, വാട്ട് ഇസ് ഗോയിങ് ഓൺ, ലൈക്ക് വാട്ട് ഇസ് ദിസ്? ബിക്കോസ് ഞാൻ ലൈക്ക് നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ ഞാൻ ഇങ്ങനെ ഓരോ കാര്യം പറയല്ലോ, ഓ മൈ ഗോഡ് ഐ ഡൈഡ് എന്ന് പറയുമ്പോൾ തംബ്നെയിൽ രഞ്ജിനി ചത്തു ഉടനെ. എനിക്ക് വയ്യ, ഓ എനിക്കാനും വയ്യ, നിൽക്കാനും വയ്യ, കിടക്കാനും വയ്യ. രഞ്ജിനിക്ക് എനിക്കാനും വയ്യ, നിൽക്കാനും വയ്യ, കിടക്കാനും വയ്യ. അപ്പൊ നീ എത്ര ഷോ ചെയ്യുന്നുണ്ട് ഇപ്പം? ഞാൻ കിടന്നാ ചെയ്യുന്നത് ഇപ്പൊ. എനിവേ, ദാറ്റ് ഈസ് നോട്ട് ദ തിങ്. ഐ എം സേയിങ് യു അമ്മ ഇരിക്കുന്നോണ്ട് ഞാൻ പറയുന്നില്ല, but you freaking idiots. Jeez, like അതുകൊണ്ട് നിർത്തി. Oh my god, I can't even tell you. Like സത്യമായിട്ട് മറ്റേ നിവിൻ പോളി പറഞ്ഞ പോലെ പട്ടികളെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നോളാടാ ഞാൻ. എന്താ അമ്മ ഇവരിങ്ങനെ? എന്ത് നന്നാക്കാൻ പറ്റുമോ? എനിക്കറിയില്ല. അവരുടെ കൂടെ നിൽക്കാൻ നോക്കും.
ബെസ്റ്റ് അമ്മ അതിന്റെ ഏറ്റവും അപ്പുറം. നല്ലത്. ഓക്കെ, എന്തായാലും അമ്മ എന്ത് തോന്നി ഈ കമന്റ്സ് കണ്ടപ്പം? ഇപ്പൊ പറഞ്ഞതല്ലാതെ വേറെ വല്ലതും തോന്നിയോ? ഇല്ല, ഞാൻ വിചാരിച്ചു അയ്യോ ഇത്രയും അസുഖം ഉണ്ടോ അവൾക്ക്. അത് വായിച്ചു കഴിഞ്ഞാൽ ഒരറിയാത്തൊരാൾക്ക് പറ്റുന്ന സംഭവം. അപ്പൊ ആദ്യം ഈ വീഡിയോ ഇതാരെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഞാൻ ചെയ്ത വീഡിയോ പോയി കാണൂ. ബിക്കോസ് എനിക്കിപ്പോൾ US നിന്നും UK നിന്നും ഓസ്ട്രേലിയ നിന്നും ഒക്കെ കോൾസാ. ദേ തിങ്ക് ഐ എം ഡൈയിങ് ഓർ ദേ തിങ്ക് ഐ ഹാവ് സം മാരക രോഗം. യു ഗൈസ്, ഐ എം ഓക്കെ. ഞാൻ ജീവനോടെ ഉണ്ട്. ഐ എം അലൈവ്. നത്തിങ് ഇസ് ഗോൺ റോങ് വിത്ത് മീ. ഐ ആം പെരിമെനപ്പോസൽ. 44 വയസ്സായ ഒരു പെൺകുട്ടിക്ക് ശരാശരി പെൺകുട്ടിക്ക് നടക്കാവുന്ന, പെൺകുട്ടിയല്ല, വാർദ്ധക്യ അല്ല, മധ്യവയസ്കയ്ക്ക് നടക്കുന്ന സംഭവങ്ങൾ മാത്രമേ എനിക്ക് സംഭവിച്ചിട്ടുള്ളൂ. ഓക്കെ, അതൊരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. അത് എല്ലാവർക്കും സംഭവിക്കുന്ന പ്രോസസ്സാണ്. അത് ഓരോരുത്തർക്കും സംഭവിക്കുമ്പോൾ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് പുറത്തേക്ക് വരുന്നത്. അതിനെക്കുറിച്ച് സംസാരിച്ചു എന്ന് മാത്രമാണ് ഞാൻ ചെയ്ത ഒരു തെറ്റെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഞാൻ ചെയ്ത ഒരു സാമൂഹിക പ്രവർത്തനം. ബിക്കോസ് നിങ്ങൾക്കൊക്കെ ഇപ്പൊ മനസ്സിലാവും നിങ്ങളുടെ വീട്ടിലും ഇങ്ങനത്തെ സ്ത്രീകൾ ആണോ ഉള്ളതെന്ന്. യു വിൽ ഗിവ് സം മോർ അറ്റൻഷൻ, ഗിവ് സം മോർ. ഞാൻ പറഞ്ഞ എൻ്റെ അമ്മേനെ ഞാൻ സീരിയസ് ആയിട്ട് എടുത്തില്ല. ഞാനൊരു പെണ്ണാണ്, എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ, എന്റെ പോലത്തെ ഇത് അനുഭവിക്കുന്ന സ്ത്രീകൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ, നാളെ വളർന്നു വരുന്ന കുട്ടികൾക്ക്, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അവരുടെ സീനിയർ ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഇത് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു എൻവയൺമെന്റ് സൃഷ്ടിക്കുക എന്നതാണ് നമ്മളുടെ മോട്ടീവ്. അതും അറിഞ്ഞുകൊണ്ട് സൃഷ്ടിക്കുകയല്ല, സംസാരത്തിലൂടെ ഓട്ടോമാറ്റിക്കലി നടക്കുന്നതാണ്. ലോകം മാറ്റാൻ വേണ്ടിയല്ലല്ലോ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ കാര്യം മര്യാദയ്ക്ക് മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ലോകം മാറുകയാണെങ്കിൽ മാറട്ടെ, നല്ല കാര്യമല്ലേ അല്ലേ? അതെ, അവയർനെസ്. കമോൺ, അവയർനെസ്. പക്ഷേ നമ്മളിങ്ങനെ ലോകം മാറ്റാൻ അറിയാതെ ശ്രമിക്കുമ്പോഴും നമ്മളെ മാറാൻ സമ്മതിക്കാതെ നമ്മളെ കൈ വിലങ്ങിട്ട് കെട്ടിവെക്കാൻ നോക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് എന്ന് പറയുന്ന ഒരു പ്രോത്സാഹനമാണ്. അതെ അതെ, നല്ല ഉഗ്രം പ്രോത്സാഹനമാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. സുജാതയ്ക്ക് ഞാൻ കുറച്ച് അയച്ചു തന്നിട്ടുണ്ട്. ഇത് എന്റെ വീഡിയോന്റെ താഴെ വന്ന കമന്റ്സിൽ തുടങ്ങിക്കോ. അത് നല്ലതാണോ ചീത്തയാണോ? ആരാണ് നമ്മോട് പറഞ്ഞു തുടങ്ങിക്കോ. ഇതാ പറയുന്ന ആളുടെ പേരാണ് റൊസാരിയോ. റൊസാരിയോ, നല്ല പേരാ, നല്ല പേരാണേ. കല്യാണം, കുട്ടികൾ, മുലയൂട്ടൽ, ഇതൊക്കെ സമയത്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവും. രഞ്ജിനി, അതാണ് അത്രയും ചെയ്യണമായിരുന്നു. കല്യാണം, കുട്ടികൾ, മുലയൂട്ടൽ, എല്ലാം സമയത്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആകും രഞ്ജിനി. ട്രൈ ടു ബി എ നോർമൽ ലേഡി ആക്ഷൻ. ഓക്കെ, ഞാൻ ഇതിന് ഉത്തരം പറയുന്നില്ല. വളരെ നോർമലായ കല്യാണവും കുട്ടിയും മറ്റേ മൂന്നാമത്തെ സാധനവും ചെയ്ത ഒരാളുടെ അടുത്തേക്ക് നമുക്ക് ചോദ്യം തിരിക്കാം. എങ്ങനെയുണ്ടായിരുന്നു? ഇതൊന്നും അതിലൊന്നും പെട്ടതല്ല. ഞാനും ഈ സിസ്റ്റം കഴിഞ്ഞു കഴിഞ്ഞാലും വരേണ്ടത് വരും, നാച്ചുറലി വരണതാ. അല്ലാതെ ഇത് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടോ കേട്ടിട്ടോ ഒരാൾ ഇത് അങ്ങനെയൊന്നും വരുന്നതല്ലേ. ഇത് ബോഡിക്കകത്ത് നാച്ചുറലി. അതിന് കല്യാണം ചെയ്താൽ ഒരു കാര്യമില്ല. കല്യാണം ചെയ്തിട്ടും കാര്യമില്ല, കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല, കഴിച്ചില്ലേലും കുഴപ്പമില്ല. എന്റെ അമ്മയ്ക്ക് സാധനം ഉണ്ടായിരുന്നോ ഈ വേദനകൾ? എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞു. ഇപ്പോഴും എന്താ? എന്റെ അമ്മയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അമ്മയ്ക്ക് നേരെ എക്സ്ട്രീം ഭയങ്കരമായിരുന്നു, കൂടുതലായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാനെല്ലാം നോർമലായിട്ട് കഴിഞ്ഞ എല്ലാം കഴിഞ്ഞ് ഫുൾ ആയിട്ടിരിക്കുന്നു. ഞാൻ പെരിമെനപ്പോസ്, മധ്യവയസ്ക, വാർദ്ധക്യ വയസ്ക, 60+ അങ്ങനെയല്ല ഒരു ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. എന്റെ പൊന്നു ചേട്ടാ, പേരെന്താ? റൊസാരിയോ. എന്റെ വായിലിരിക്കുന്ന താൻ കേക്കൂട്ടാ. എന്താ അമ്മ ഇത്? കല്യാണം, ഐ ഡോണ്ട് വാണ്ട് ടു ഫ്രീക്കിംഗ് മാരി ഡൂഡ്. ഞാൻ പറയട്ടെ, അവരുടെ മെന്റാലിറ്റി അല്ലേ അവർ ഈ പറഞ്ഞു കൂട്ടിരിക്കുന്നത്. വാട്ട് ഈസ് ദിസ് കല്യാണം, കുട്ടി ആൻഡ് ബ്രസ്റ്റ് ഫീഡിങ്? ഐ ഡോണ്ട് വാണ്ട് ടു ബ്രസ്റ്റ് ഫീഡ് യു. അമ്മ, I feel like it's an invasion of my privacy. അതെല്ലാം I know, like who are you to tell me what to do, bro? എന്റെ പെരിമനോ അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റണേ. എന്റെ അമ്മ ഇതൊക്കെ ചെയ്ത അമ്മയ്ക്കും ഇതുണ്ടായിരുന്നു, ഇതൊന്നും ചെയ്യാത്ത എനിക്കും ഉണ്ട്. എല്ലാ സ്ത്രീകൾക്കും ഇതുണ്ടോ പൊട്ടാ? അങ്ങനെ വലിയ ബോധമില്ലെന്ന് തോന്നുന്നു. എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്. അതെ, അല്ലെങ്കിൽ എന്റെ പെരിമെനോപോസ് വീഡിയോ എടുത്ത് കാണാം അല്ലേ? അമ്മയുടെ അത്ര പോലും ഇല്ല. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. എനിക്കൊരു സംശയം. അതെ, ഓക്കെ, നെക്സ്റ്റ്. അടുത്ത ഇതും എല്ലാം പോരട്ടെ. ബിലീവ് ആൻഡ് റോസിജി എന്ന് എഴുതിയേക്കണത് എല്ലാം ആറോച്ചാണല്ലോ. റോസിജി എന്ന് എഴുതി. ബിലീവ് ആൻഡ് ഫൈൻഡ് ട്രൂ ഗുഡ് ഗോഡ് ജീസസ്. He will cure you. I am 200% sure. Like how actress Mohini believed Jesus. Just read Bible and get its interpretation. Pray to Jesus. I do pray to Jesus. അമ്മയ്ക്കറിയാം. പിന്നെ
എന്റെ ചെയ്തിരുന്നു. yeah, ഒരു വളരെ സമയത്ത് ചെയ്തു. ഒരു സമയത്ത് ഞാൻ ഫുൾ ജീസസ് ആയിരുന്നു. ഒരു കാലഘട്ടത്തിൽ എന്റെ മോനെ ഇതൊന്നും പ്രേ ചെയ്താ പോണ കാര്യങ്ങളല്ല. ഈ ബോഡിയിൽ നാച്ചുറലി വരുന്ന പ്രേ ചെയ്താ എങ്ങനെ പോണു? അതിലൊരു വിശ്വാസമൊന്നും ഇതിലൊന്നും പെടുന്നില്ല. അതിപ്പോ മാത്രല്ല പ്രേ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ. നമ്മൾ ഏത് എനർജിയോട് പ്രേ ചെയ്താലും, ജീസസ് ആണെങ്കിലും കൃഷ്ണ ആണെങ്കിലും അല്ലാഹു ആണെങ്കിലും, നിങ്ങളുടെ ഓരോരുത്തരും റിലിജൻ ഉണ്ടല്ലോ, അതിലേക്ക് നിങ്ങൾ പ്രേ ചെയ്തോളൂ. ബട്ട് പേഴ്സണലി എനിക്ക് ഭയങ്കര അധികം ജീസസിനോട് ചായവുള്ള ഒരാളാണ്. സോ അത് സംബഡി ഐ ഡു റെഗുലർലി. ഇനി പ്രാർത്ഥനയാണ് ഇതിന്റെ ഉത്തരമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം. ഓക്കെ, ഐ വിൽ പ്രേ അമ്മേ. എങ്ങനെങ്കിലും പോട്ടെ ഇപ്പണ്ടാരും പേദന. ജീസസ് അല്ലേ, ഐ ലവ് ഹിം. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോ, പ്രാർത്ഥിച്ചോ. ഓക്കെ, അമ്മയും കൂടെ. ഞാൻ എന്റെ രീതിയിൽ എനിക്ക് ആരും പറഞ്ഞു കഴിഞ്ഞിട്ടല്ല, എനിക്കറിയാം എന്റെ എങ്ങനെ. അമ്മ ആരെയാ ചെയ്യുന്നത്? ഞാൻ ആരൊന്നും ചെയ്യാറില്ല. സാധാരണ ഞാൻ ഗോഡിനെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ എന്നും പറഞ്ഞ് ഞാൻ ഈ എല്ലാവരും അതാണ് ഇതാണെന്ന് പറഞ്ഞ് അങ്ങനെയൊന്നും ഞാൻ പോവില്ല. ഞാൻ സാധാരണ ഒരു ദൈവവിശ്വാസം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇന്ന ഒരാളെന്നൊന്നുമില്ല. ദൈവം ഉണ്ട്. ബ്യൂട്ടിഫുൾ. അടുത്ത പട്ടെ. ഇത് അശ്വിനിയാട്ടോ. അശ്വിനിയാണോ? അശ്വിനിയാ. കേക്കട്ടെ. അശ്വിനി എന്ന് പ്രേ ടു ജീസസ്. എല്ലാരും ജീസസ് ഞാൻ പ്രാർത്ഥിച്ചോളാം. ഇത് സ്റ്റെഫി മനഃപൂർവ്വം ഇട്ടതാട്ടോ. നമ്മുടെ എന്റെ സ്റ്റെഫി ഫുൾ ജീസസ് ആളാ. അപ്പൊ കിടക്കട്ടെ 2-3 ജീസസിന് വേണ്ടി കിടക്കട്ടെ. മനഃപൂർവ്വം ഞാൻ 100% അടുത്ത് 2 ജീസസ് ഒക്കെ. ഒരു കൃഷ്ണ പോലും ഉണ്ടാവില്ല, നോക്കിക്കോ. അത് മനഃപൂർവ്വം അവള് ചെയ്യാണ്, നമ്മുടെ മനസ്സിലേക്ക് അവൾ ഇംപ്രിന്റ് ചെയ്യണം. അതുകൊണ്ടെങ്കിലും ഒന്ന് ശരിയാവുക, അങ്ങനെയെങ്കിലും നന്നാവട്ടെ. അത് അവളുടെ വിശ്വാസമാണ്. നല്ല കാര്യം, അവളുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ. രഞ്ജിനി ഹരിദാസ് പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്ന് തീരുമാനിച്ച വ്യക്തി കൂടിയാണ്. എന്നാൽ ഇപ്പോൾ താരം അനുഭവിക്കുന്നത് വല്ലാത്ത ശാരീരിക അസ്വസ്ഥതകളും വേദനകളും മാത്രമാണ്. താരം തന്നെയാണ് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. 40കളിൽ താൻ അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളാണ് രഞ്ജിനി. അങ്ങനെ കഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അകത്ത് എഴുതിയേക്കുന്നതൊക്കെ ഓക്കെയാണ്, പക്ഷെ ഇതിന്റെ തംബ്നെയിലാണ് ഗൈസ്. തംബ്നെയിലാണ് നമ്മളെ ചതിക്കുന്നത്. എവിടെയാ തംബ്നെയിൽ? എല്ലാം പോയി. ആ സമയത്ത് നോക്കുമ്പോൾ കിട്ടത്തില്ല. Oh, you have to see the thumbnail. അയ്യോ, എല്ലാം പോയടാ. ഇതിനെ തംബ്നെയിൽ എടുത്ത് കാണിച്ചു കൊടുക്കണേ. ഇതിനകത്ത് ഇങ്ങനെ സൈഡിൽ ഇവിടെ എണീക്കാനോ നടക്കാനോ പറ്റാത്ത അവസ്ഥ രഞ്ജിനി ഹരിദാസിന് സംഭവിച്ചത്. ഒലക്കയുടെ മൂട് ഒരു കോപ്പ് സംഭവിച്ചിട്ടില്ല രഞ്ജിനി ഹരിദാസിന്. ഇതാരാ ഇത്? എന്റെ പൊന്ന് സിനെസ്കോപ്പേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. സത്യം പറ. അത് ബേസിക്കലി സിനെസ്കോപ്പാണ് ഇതിന് മെയിൻ ആയിട്ട് കൊടുത്തത്. ടൈറ്റിലിംഗ് മാത്രമാണ് ഈ ക്ലിക്ക് ബേറ്റിന് വേണ്ടി. എന്തിനാണ് ബ്രോ? വൈഡാ. രഞ്ജിനി ഗുരുതരാവസ്ഥയിൽ. ഫിലിം ടോക്ക്. രഞ്ജിനി ഗുരുതരാവസ്ഥയിൽ. വാട്ട് ഗുരുതരാവസ്ഥയിൽ രഞ്ജിനിയൻ? Oh my god. I am sometimes like unbelievable. Okay, so now ഞാൻ ഈ വീഡിയോ ആക്ച്വലി ചെയ്യാൻ കാരണം എന്ന് പറയുന്നത്, ഈ ഒരു വീഡിയോ ഞാൻ കണ്ടു, മൂപ്പൻസ് വ്ളോഗിൽ മൂപ്പൻ ഇതിന്റെ അടിയിൽ എവിടേക്കോ കമന്റ്സ് കണ്ടിട്ട് അവന് ദേഷ്യം വന്നിട്ട് അവൻ ചെയ്തൊരു നല്ലൊരു വ്ളോഗാണ്. അവനൊരു അല്ലെ, അമ്മ കണ്ടില്ലേ, വളരെ സെൻസിറ്റീവായി എടുത്തൊരു വ്ളോഗ്. അവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ പെരിമെനോപോസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുറെ പൊട്ടന്മാരും പൊട്ടിമാരും അറിയില്ല, ഐ എം നോട്ട് ജെൻഡർ സ്പെസിഫിക്, എല്ലാവരും ഒരുമിച്ച് ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നു. നിങ്ങൾ എത്ര ഇൻസെൻസിറ്റീവായ മനുഷ്യരാണോ? അയ്യേ, എൻ്റെ പൊന്നു ചെക്കന്മാരെ, നിങ്ങളൊക്കെ ജീവിതത്തിനെക്കാട്ടും മനോഹരമായാണ് ഞാൻ ജീവിക്കുന്നത്. ഐ ഹാവ് ദ ബെസ്റ്റ് ലൈഫ് യു ക്യാൻ തിങ്ക് ഓഫ്. ഐ കാൺട്ട് ഈവൻ എക്സ്പ്ലെയിൻ. ഐ ആം ദ മോസ്റ്റ് ബ്ലെസ്ഡ് abundant person that I know of. ഓക്കെ, അപ്പോൾ ഐ ആം തിങ്കിങ്, അത് നിങ്ങളിങ്ങനെ ചിന്തിപ്പിക്കാനുള്ള കാരണം എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ അവൾ അനുഭവിക്കുക. അയ്യോ, ഏറ്റവും കൂടുതലായിട്ടുള്ള കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമൻറ്റ്സ് ഞാൻ പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 ഉണ്ട്. അത് എവിടെ? അത് പറഞ്ഞിട്ട് വേണം ചേച്ചിക്ക് 2 പറയാൻ. നമ്മൾ മിണ്ടായിരിക്കും അവതാരക, കുറച്ച് നേരമായി. ഓക്കെ, കുറേ പേര് പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവർ ഓൾ താങ്ക്സ് ടു എവറിബഡി ഹു പ്രേഡ് ഫോർ മൈ ഹെൽത്ത്. ഐ എം ഓൾ റൈറ്റ്. അതിന് വേണ്ടി നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അതിന് അറ്റൻഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതാണല്ലോ ജനറലി. പക്ഷേ പൊട്ടത്തരം പറയുന്ന കുറേ എണ്ണത്തിനെ ശരിയാക്കാനാണ്. നിങ്ങൾ പൊട്ടത്തരം പറഞ്ഞോ, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ ഈ പൊട്ടത്തരം നിങ്ങൾ പബ്ലിക് ഇതിൽ കൊണ്ടിടുമ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് സത്യം ഒന്നുകൂടെ പറഞ്ഞു തന്ന് നിങ്ങളുടെ പൊട്ടത്തരം കുറയ്ക്കാൻ നോക്കാൻ ശ്രമിക്കണമല്ലോ. ആ ഒരു ശ്രമമാണ് ഞങ്ങളുടേത്.
കല്യാണം നേരത്തെ കഴിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ വേദന ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം മറ്റേ അവിടുന്ന് പുറത്തേക്ക് കൊച്ചു വരുന്ന വേദന മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ സി സെക്ഷൻ എടുത്ത് അത് കഴിഞ്ഞിട്ടുള്ള റിക്കവറിയുടെ വേദന മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ ഈ കൊച്ചുങ്ങൾ ചെറിയ പ്രായം മുതൽ 18 വയസ്സ് വരെ വളർന്നു വരുമ്പോൾ അവരുണ്ടാക്കുന്ന ആ മാനസിക സംഘർഷം അനുഭവിച്ചിട്ടില്ലേ സുജാതെ? അല്ല ഞാൻ നേരത്തെ കല്യാണം കഴിച്ച ആളാ. എങ്ങനെ ഉണ്ടായിരുന്നു എനിക്കൊന്നും അമ്മ കല്യാണം കഴിച്ച് 10 വർഷത്തെ ഭർത്താവ് ബുഷ്. എന്തൊരു ബ്യൂട്ടിഫുൾ ലൈഫ് ആയിരുന്നു. പൊട്ടന്മാരുടെ എന്താ ഇവര് എന്നെ കൂടെ ശരിക്കും ഐ എം റിയലി പിസ്ഡ് ഓഫ് അറ്റ് ദിസ് അൺബിലീവബിൾ ആറ്റിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ. കല്യാണം കഴിച്ച് ജീവിക്കുന്നവർ സമാധാനത്തോടെ ജീവിച്ചോടെ, പക്ഷെ ആ ജീവിതത്തിൽ ഭർത്താവ് എന്താ മരിച്ചൂടെ, അമ്മ എന്താ മരിച്ചൂടെ, കൊച്ചിന് എന്തെങ്കിലും അസുഖം വന്നൂടെ? ഇതൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. തൻ്റെ ജീവിതത്തിൽ ഇതൊന്നും നടന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ജീവിതത്തിൽ കുറേ ആൾക്കാർ ബ്ലെസ്ഡ് ആണ്, കുറേ ആൾക്കാർക്ക് ബ്ലെസ്സിങ്സ് ഇല്ല. എനിക്ക് വന്നത് വലിയ സംഭവമൊന്നുമില്ല, പക്ഷെ അധികം അറിവില്ലാത്തൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ സംസാരിച്ചതാണ്. അത് മാത്രമല്ല ഞാൻ ആരും അത് സംസാരിച്ച് കേട്ടിട്ടില്ല, ഈ പെരിമെനോപോസ് എന്ന് പറഞ്ഞ കാര്യം. മനസ്സിലായില്ലേ? അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലെന എന്ന് പറഞ്ഞ ഒരാളുടെ ഇൻട്രാക്ഷനും ലെന എഴുതിയ ബുക്കിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴും ഇതിനെക്കുറിച്ച് ഈ പ്രായത്തിൽ ഈ വേദനയൊക്കെ വന്നപ്പോൾ ഞാൻ റിസർച്ച് ചെയ്തപ്പോഴും മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ I put it out there, and then I got a lot of reaction from women like that. Then I decided, oh my god, this is a topic that needs some attention. അതിനിടയിലാണ് നിങ്ങളെ പോലെ കുറെ അറിവില്ലാത്ത, I'm sorry, the only word I can think of is പൊട്ടന്മാര്. What like you guys don't deserve to live, you idiots. ഈ കാലത്തും ഇങ്ങനെയുള്ള ആൾക്കാർ. അപ്പൊ ഇവരുടെ ഭാര്യയും അമ്മയും കൊച്ചുങ്ങളും ഒക്കെ എന്താ അമ്മേ, എന്ത് കഷ്ടാന്നറിയാവോ? കുറെ ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ ഇടയിൽ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ വരുമ്പോൾ തന്നെയാണ് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു നിലവാരം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മനസ്സിലായില്ലേ? ആ നിലവാരം ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യൂല ബ്രോ. ഞങ്ങൾ മിണ്ടായിരിക്കുന്ന വിചാരിച്ചാൽ നിങ്ങൾ യുവർ മിസ്റ്റേക്കഡ്. ഐ വിൽ ടോക്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, ഇനിയുണ്ട്. വരും പെൺകുട്ടികൾക്ക് ഒരു പാഠമാകട്ടെ എന്ന് പറയുന്നു ഹംസ. കറക്റ്റാണ് സാർ, ഒരു പാഠമാവാൻ വേണ്ടി തന്നെയാണ് ഇത് എഴുതിട്ടിരിക്കുന്നത്. ഇത് ഒരു നല്ല പാഠമായിരിക്കും. മനസ്സിലായി? പെൺകുട്ടികൾക്ക് മാത്രമല്ല, ആൺകുട്ടികൾക്കുമുള്ളൊരു പാഠമാണിത്. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ മറ്റൊരാൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിൽ നിന്നും നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങൾ കുറച്ച് നേരത്തെ ചെയ്താൽ നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെങ്കിൽ വൈ നോട്ട്? That is called evolution, അല്ലേ? That is called growing. That is called growth. That is called progress. Why not? You are absolutely right. എല്ലാവർക്കും ഒരു പാഠമാകട്ടെ ഇത്. എനിക്കും വലിയൊരു പാഠമാകട്ടെ. അടുത്ത അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ടോപ്പിക് വരും. മദ്യം, മയക്കുമരുന്ന്, അപകടം. മത്തായി ചാക്കോ 5864. ഒരാളും കൂടെ ഉണ്ട്, അയാളും കൂടെ പറയട്ടെ. സുധീഷ് ഹാസ് 8212. ലഹരി. എൻ്റെ പൊന്നു ചേട്ടാ, ഇതൊക്കെ അടിച്ചായി വേദന പോവും. ഇതാണ് എന്റെ സത്യാവസ്ഥ എന്ന് എനിക്കറിയാം. അവർക്കറിയായിരിക്കും തോന്നുന്നു. അപ്പൊ അവര് ചിലപ്പോൾ സജസ്റ്റ് ചെയ്യായിരിക്കും, അതാണ് അടിക്കണം. ഓക്കെ, എന്തൊക്കെയാണ് സാർ? ഒന്നുകൂടെ. മദ്യം ഡൺ, ലഹരി ഇല്ലീഗലാണ്, പക്ഷെ ആരും പറയണ. പിന്നെന്തായിരുന്നു? കഞ്ചാവ് വേറെ നാട്ടിൽ പോയി അടിക്കാം അല്ലേ? എനിക്കറിഞ്ഞോടാ അതിനെപ്പറ്റി. ചേട്ടൻ്റെ അഡ്വൈസ് ചേച്ചി എടുത്തിരിക്കുന്നു. ഇതൊക്കെ സഹായിക്കുമെങ്കിൽ ഞാൻ ഇത് ട്രൈ ചെയ്യും. നോ പ്രോബ്ലം. താങ്ക് യു ഫോർ യുവർ അഡ്വൈസ് മാത്യു സാർ ആൻഡ് ഹംസ. നല്ല മനുഷ്യരുണ്ട് കേട്ടോ. ഉണ്ട്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ കുറേ പേര് നല്ല കമൻസ് പറഞ്ഞിട്ടുണ്ട്. കുറേ കമൻസ് വായിക്കുമ്പോൾ ഞാനത് വായിക്കുന്നില്ല. എന്തും അമിതമായാൽ വിഷമാണ്. കറക്റ്റ് സാർ. പ്രായം അമിതമായാൽ ഭയങ്കര വിഷമാണ്. എനിക്ക് ഭയങ്കര വിഷമമാണ് എൻ്റെ പ്രായം. വെരി ഡിഫിക്കൾട്ട് അല്ലേ അമ്മ? അമ്മയുടെ 65. സത്യം 65. ഐ എം 44. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാഡ് എ ചൈൽഡ്. 21ാമത്തെ വയസ്സ്, അത് തന്നെ തെറ്റാ. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഐ ഫർഗിവ് യു. പക്ഷേ ഈ 65 വരുന്ന കുറച്ച് വേദനകൾ പറഞ്ഞ് ഞാൻ പ്രിപ്പയർ ചെയ്യട്ടെ ഇപ്പൊ തന്നെ. ഇത് കണ്ടില്ലേ, എനിക്കും എഴുന്നേൽക്കുമ്പോ ഉള്ള ബുദ്ധിമുട്ട്, കാലുവേദന, പക്ഷെ ഇതൊന്നും എനിക്ക് കേട്ടോ. ഞാൻ എക്സസൈസ് ചെയ്ത് നല്ല കറക്റ്റ് ആക്കി വെച്ചേക്കാം എന്റെ കാലൊക്കെ. പക്ഷെ എന്നാലും ഇതൊക്കെ എന്റെ അമ്മ പറഞ്ഞ് അറിവുണ്ട് എനിക്ക്. അമ്മയ്ക്ക് വേദനയൊന്നുമില്ല? ആ വേദനയൊന്നുമില്ല. ബാക്കി ഒരു രക്ഷയില്ല. ബാക്കിനാണ് ഇടയ്ക്ക് നീ പറയുമ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ബാക്കിനാണ് ഞാൻ അമ്മേനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഐ ത്രെറ്റൻ ഹർ. ഞാൻ പറയും, അമ്മ 70 വയസ്സിൽ അമ്മ കിടന്നു പോയാൽ നോക്കാൻ ഞാനുണ്ടാവില്ല, ഞാൻ പൊക്കൂല, അമ്മയുടെ ബോഡി വെയിറ്റ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, സോ യു ബെറ്റർ ലൂസ് യുവർ വെയിറ്റ്. അപ്പൊ നൗ ഐ എം ടെല്ലിങ് ഹർ, അമ്മ ലെറ്റ്സ് ഗോ ഡു ഒസംപിക്, മൊഞ്ചാറോ, വിഗോവി, എന്താണെങ്കിലും അമ്മയ്ക്ക് കുത്തിവെക്കാൻ ഞാൻ വാങ്ങിച്ചു തരാം. പക്ഷെ അമ്മ ഐ ഡോണ്ട് ടച്ച് ഓൾ ഓഫ് ദാറ്റ്. ഇറ്റ്സ് ഓക്കെ. ഈ തടി ഇത് കുറച്ചുകൊണ്ടിരിക്കുകയാണ്, ബട്ട് ഒരു ബാലൻസ് ഓഫ് ആണ് എവിടെയോ. അത് നമുക്കൊന്ന് ഫിക്സ് ചെയ്യണം. ഓക്കെ, പ്ലീസ് ഫിക്സ് ഇറ്റ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് കമന്റ്. മാധവ് പൊന്നു,
9 ദിവസം മുമ്പ് അവൻ എഴുതിയ, എന്നിട്ട് അവനത് എഡിറ്റും ചെയ്തിട്ടുണ്ട്. അഹങ്കാരി എന്ന് പലരും പറഞ്ഞു. അയ്യോ സോറി നല്ല കമന്റാ, നല്ല കമന്റാ, സോറി സാർ, നല്ല കമന്റാ. അയ്യോ സോറി നല്ല കമന്റ്. ഞാൻ ഒന്നുമില്ല, ബ്യൂട്ടിഫുൾ കമന്റ്. അയ്യോ അതുപോലത്തെ കർമ്മഫലം. എന്താ അമ്മ എന്റെ കർമ്മത്തിന് പ്രശ്നം? വിഷ്ണു വിശ്വാകേ വിസ്വാങ്, അവനറിയാമോ നിന്റെ കർമ്മം എന്താ? എനിക്കറിയില്ല അമ്മ, എന്തോ ഫലം നല്ല ഉഗ്ര. എടോ എന്റെ കർമ്മം നല്ലതാണെന്ന് എന്റെ അറിവില് അവള് നല്ല രീതിയിലാണ് ഇപ്പൊ ചെയ്യുന്നത് എല്ലാം. അല്ല, കർമ്മത്തിന്റെ ഫലം എന്നല്ലേ ഞാൻ എടുക്കുന്ന ജോലിയുടെ ഫലം. നല്ല ഉഗ്രം ഫല അല്ലേ? സമ്മിശ്രമാ. എനിക്ക് സമ്മിശ്രമൊന്നുമല്ല, എനിക്ക് നല്ല ബ്യൂട്ടിഫുള്ളാ. അപ്സ് ആൻഡ് ഡൗൺസ് അത് എല്ലാവരുടെ ലൈഫിലും ഉള്ളതല്ലേ. അത് ഉണ്ടെങ്കിലല്ലേ ജീവിതമുള്ളൂ. ഓഹോ, കർമ്മഫലമാണെന്ന്. കർമ്മം ആയിക്കോട്ടെ. പിന്നെ ഭയങ്കര അത് ചുമയൊക്കെ അവൾക്ക് വയ്യ അവൾക്ക്. പിന്നെ കുറച്ച് പേര് മുത്താറി നല്ലോണം ഉണ്ടാക്കി കുടിക്കുക. മിനി പറയുന്നു മുത്താറി, ഐ ഡോണ്ട് നോ അമ്മ. പിന്നെ കുറെ പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് രോഗമല്ല ഗൈസ്, ഇതൊരു രോഗമായിട്ട് നിങ്ങൾ കാണരുത്. പെരിമെനോപോസ് ഒരു രോഗമാണോ അമ്മേ? ഇത് രോഗമല്ല, ഇത് നമുക്ക് ഈ പ്രായം കൂടുമ്പോൾ വരുന്ന ഒരു വ്യത്യാസം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നീ പറഞ്ഞത് കൊണ്ട് ഇതൊരു വലിയൊരു കാര്യം. ഇത് രോഗമാണോ? ഒന്നും അല്ല, ഇത് നാച്ചുറലി വന്ന് ഒന്നും ചിലർ അറിയുന്ന പോലും ഇല്ല. ഇത് അമ്മ അറിഞ്ഞില്ലേ? എനിക്ക് എത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു. ഓ ഗൈസ്, എനിക്ക് നല്ല പ്രശ്നമുണ്ട്. ഓക്കെ, പിന്നെ കുറെ ആയുർവേദ പറയുന്നു, നാച്ചുറോപ്പതി ചെയ്യുന്നു, പ്രാർത്ഥന പറയുന്നു. ഓക്കെ, വേഗം അസുഖം, ഗെറ്റ് വെൽ സൂൺ. ഇത് എന്റെ കമന്റ്സ് അല്ല കേട്ടോ, ഞാൻ ഇട്ട വീഡിയോയ്ക്ക് വേറെ ആൾക്കാർ എടുത്തിട്ട അസുഖമാണെന്ന് പറഞ്ഞ വീഡിയോന്റെ കമന്റ്സ് ആട്ടോ. പക്ഷെ എൻ്റെ ഒരു ഫേവറേറ്റ് ഒരെണ്ണമുണ്ട്. ഒരു മിനിറ്റ്, അയ്യോ അമ്മ അതെന്തായാലും വേണം. കിട്ടി അമ്മേ. ഇത് വായിക്കാൻ കുറച്ച് സമയം എടുക്കും. നന്ദകുമാർ ഭാസ്കരൻ പിള്ളയാണ് ചെയ്തിരിക്കുന്നത്. ആർ യു റെഡി? വെളിച്ചാടി പശുവിന് കോലുകൊണ്ട് മരണം എന്നൊരു ചൊല്ലുണ്ട്. വേലിചാടി പശു ഞാൻ എന്തൊരു അഹങ്കാരവും ജാടയും പത്രാസുമായിരുന്നു. അവരുടെ നഞ്ഞാ പിഞ്ഞാ വർത്തമാനവും മത്തിംഗ്ലീഷും ഞാൻ ഏറ്റവും വെറുക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു. എല്ലാവരോടും വഴക്കുണ്ടാക്കുന്ന അവരുടെ സ്ഥിരം രീതിയായിരുന്നു. കുറെ വർഷങ്ങൾക്ക് മുമ്പ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ തള്ളുണ്ടാക്കിയത് ഈ അവസ്ഥയിൽ നിന്ന് ഓർത്തു പോകുകയാണ്. അവരെ പറ്റി ഏറ്റവും ഒടുവിൽ കേട്ടത് അമിത മദ്യപാനത്തിനു അടിമപ്പെട്ടിരിക്കുന്നു എന്നാണ്. അവന്റെ പൊന്നമ്മ പോയി. ഈ റിപ്പോർട്ടൊക്കെ കിട്ടുന്നത് അതൊന്നും അയച്ചു തരണേ. നന്ദകുമാർ ഭാസ്കരൻ പിള്ള. എനിക്ക് തോന്നുന്നത് ഒത്തിരി പ്രായമുള്ള മനുഷ്യനാണ്. അങ്ങനെയാണ് ഇത്രയും പ്രായത്തിൽ ഇത്രയും വിജ്ഞാനം ഭയങ്കരമാണ്. പക്ഷെ എനിക്ക് ഏറ്റവും മറ്റേ വേലിചാടി പശുവിനെ കൊണ്ട് മരണം എന്ന്. ഞാൻ മരിച്ചിട്ടുണ്ടോ? ഇപ്പോഴും ഇരിക്കുന്നില്ലേ അമ്മേ? ഞാൻ വേലിചാടി ഞാനൊരു വേലിചാടി പശുവാണ്, അതൊരു ഡൗട്ട് വേണ്ട, സത്യമാണ് അല്ലേ? ഞാൻ എന്തോരം മതിൽ ചാടിയിട്ടുണ്ട്, എന്തോരം വീട്ടിൽ അങ്ങോട്ടും, അതൊക്കെ സത്യമാണ്. അല്ല, ഞാൻ അമ്മയോടും പറഞ്ഞിട്ടില്ല, അമ്മയുടെ എനിക്ക് വഴക്കം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ പാർട്ട് ഓഫ് ഗ്രോയിങ് അപ്പ്. ബട്ട് അഹങ്കാരം ഓക്കെ സമ്മതിച്ചു, അഹങ്കാരം ഉണ്ട്. തനിക്ക് എന്താടോ പ്രശ്നം? എന്റെ അഹങ്കാരം കൊണ്ട് അമ്മയ്ക്ക് പ്രശ്നമുണ്ടോ? ഇല്ല. സ്റ്റെഫിക്ക് പ്രശ്നമുണ്ടോ? ഉണ്ടല്ലേ കുറച്ച്, ചിലപ്പോ തോന്നുന്നു. എടോ, അഹങ്കരിക്കുന്ന സമയത്ത് വാട്ട് ഈസ് അഹങ്കാരം അമ്മ? ലെറ്റ്സ് എക്സ്പ്ലെയിൻ. അഹങ്കാരം ഞാൻ എന്ന ഭാവം അല്ലേ? ഞാൻ എന്ന ഭാവം അഹംഭാവം. ഓക്കെ, എൻ്റെ ഒരു പ്രിൻസിപ്പിൾ ഞാൻ പറയാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് സുരേഷ് ചേട്ടന് വേണ്ടിയല്ല, എല്ലാവർക്കും വേണ്ടിയാണ്. ചേട്ടാ, ഞാൻ ആരാണെന്ന് പൂർണ്ണമായ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. ഓക്കെ, എൻ്റെ സ്പേസിലേക്ക് എൻ്റെ പെർമിഷൻ ഇല്ലാതെ വന്ന് എനിക്കിഷ്ടപ്പെടാത്ത രീതിയിൽ ആര് പെരുമാറിയാലും അതിനപ്പോൾ തന്നെ ഞാൻ പ്രതികരിച്ചിരിക്കും. എന്തായാലും ആരായാലും എങ്ങനെയായാലും നിങ്ങൾക്ക് പ്രതികരണങ്ങൾ എടുക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനാണെങ്കിലാണ് പ്രതികരിക്കുന്ന ആൾക്കാരെ അഹങ്കാരികളെന്ന് നിങ്ങൾ വിളിക്കുന്നത്. അത് എൻ്റെ പ്രശ്നമല്ല. നിങ്ങൾക്ക് ഞാനെന്ന നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റാത്തത്. അത് നിങ്ങളുടെ തെറ്റാണ്. നിങ്ങളുടെ കുറവുകൾ, നിങ്ങളുടെ തെറ്റുകൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ പ്രശ്നങ്ങളാക്കി മാറ്റുന്നത് എന്തിനാണ്? മറ്റുള്ളവരിൽ അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു സന്തോഷം കിട്ടുന്നു. ബിക്കോസ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ സെൽഫായിട്ട്. നിങ്ങളുടെ ജീവിതം അത്രേ ഉള്ളൂ, മനസ്സിലായില്ലേ? യു ബി ഹാപ്പി വിത്ത് യുവർ ലൈഫ്. നോ, ഐ എം ഹാപ്പി വിത്ത് മൈൻ. ഇനി ഞാനൊരു അഹങ്കാരിയാണ് എന്ന്
സമ്മതിച്ചു, നോ പ്രോബ്ലം. പക്ഷെ ആ അഹങ്കാരം കൊണ്ടും ദൈവം ഇപ്പോഴും, ദൈവം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ എനർജി ഇന്നും എന്നെ വളരെ ബ്യൂട്ടിഫുള്ളി ആണ്, ഭംഗിയായിട്ടാണ് എന്നെ നോക്കുന്നത്. ഓക്കെ, ഈ പെരിമനോപോസൽ പെയിനും ഈ കാലുവേദനയും അതൊക്കെ പറയുന്ന ഇടയിലും ഞാൻ വളരെ ബ്യൂട്ടിഫുള്ളി ലോകം സഞ്ചരിക്കുന്നു, ജോലി ചെയ്യുന്നു, കാശുണ്ടാക്കുന്നു, കുടുംബത്തെ നോക്കുന്നു, എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു, എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങിക്കുന്നു, ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻസ് ഇടുന്നു. ഐ ഹാവ് എ ഗ്രേറ്റ് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, ഐ എം ഹാവിങ് എ ഗ്രേറ്റ് ടൈം. പക്ഷെ എൻ്റെ ഇത്രയും മനോഹരമായ ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ അത് ഞാൻ നിങ്ങളെയും കൂടെ അറിയിച്ചത് അതിനൊരു അവയർനെസ് വേണമെന്നൊരു ആഗ്രഹം കൂടി ഉണ്ടായിട്ടാണ് എന്നെക്കുറിച്ച്. മനസ്സിലായില്ലേ? സോ ഐ ഫൈൻഡ് ഇറ്റ് വെരി ഓക്വേർഡ് ദാറ്റ് പീപ്പിൾ ലൈക്ക് യു, നിങ്ങളുടെ ലാക്ക് ഓഫ് കോൺഫിഡൻസ്, നിങ്ങളുടെ ലാക്ക് ഓഫ് സെൽഫ് വർത്ത് മറ്റുള്ള ആൾക്കാരുടെ സെൽഫ് വർത്ത് ആക്കി മാറ്റുന്നു. എൻ്റെ അഹങ്കാരം എന്ന് നിങ്ങൾ പറയുന്നത് എൻ്റെ സെൽഫ് കോൺഫിഡൻസ് ആണ്, എൻ്റെ കോൺഫിഡൻസ് ആണ്, എൻ്റെ വർത്ത് ആണ്, സെൽഫ് വർത്ത് ആണ്. ആൻഡ് ഐ വിഷ്, എൻ്റെ സത്യം പറഞ്ഞിട്ടുള്ള ആഗ്രഹം ഉണ്ടല്ലോ, ഇനിയും അഹങ്കാരികൾ വളരട്ടെ. എന്നാൽ മാത്രമേ ഈ ലോകം നന്നാവൂ. ബിക്കോസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ചൊറി കണക്കണ ഇതിനെ പുറകെ പോയി ഇരുന്ന് ഇങ്ങനെയൊക്കെ എഴുതുന്ന കുറേ എണ്ണം വളരും. സമ്മതിക്കില്ല ബ്രോ, സമ്മതിക്കില്ല. നിങ്ങൾക്ക് വേണ്ടി എന്നും ഞങ്ങൾ അപ്പുറത്തെ സൈഡിലുണ്ടാവും, ധീരതയോടെ പോരാടിക്കൊണ്ട്, അല്ലേ? എൻ്റെ പൊന്നെ അമ്മയെ അഹങ്കാരി എന്ന് വിളിക്കും ഈ സാധനത്തിനെ. അൺബിലീവബിൾ ലോകമാണ്. എന്ത് മുഖം കണ്ട മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ അഹങ്കാരം? അഹങ്കാരം എന്നെ ഭയങ്കര അഹങ്കാരി. അമ്മില്ല. ഞാനതിൽ PhD എടുത്തിട്ടേ പോകുന്നുള്ളൂ. അഹങ്കാരി ആണെങ്കിൽ PhD. ഓ, ഇനി വല്ല നല്ല കമന്റ് വായിക്കാം. ഷീ ഈസ് ദ ബെസ്റ്റ് ഇൻ ഹെർ ഫീൽഡ്. യെസ്, വിഷ് ഹെർ ഫാസ്റ്റ് റിക്കവറി ആൻഡ് എ പെയിൻ ഫ്രീ ലൈഫ് അഹെഡ്. ഞാനൊരെണ്ണം വായിച്ചു കഴിയാറായി. ഇനി ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും. എന്താണ് ഈ പേര് തന്നെ അറിഞ്ഞല്ല, അജ്മീർ എന്നായിരിക്കാം. ദൈവം തന്ന ജീവിതം നശിപ്പിച്ച ഒരു സ്ത്രീ. താങ്ക് യു. ഈ ലോകത്തെ എല്ലാം അവസാനിപ്പിച്ച് ഒരു തലമുറയെ ഉപേക്ഷിച്ച് കടന്നു പോകാൻ മാത്രമേ ഈ സ്ത്രീയിൽ വിധിക്കപ്പെട്ടുള്ളത് കേട്ടോ. തിരിഞ്ഞു നോക്കുമ്പോൾ ശൂന്യം. മുന്നോട്ട് നോക്കുമ്പോൾ ശൂന്യം, ജീവിതം ശൂന്യം, ആകെ ശൂന്യം, എല്ലാത്തിനെയും ഉറവിടം കടലിന്റെ അഗാധതയിലേക്ക് താഴെ കൊണ്ടിരിക്കുന്ന ഒരു ജീവിതം മറ്റാർക്കും ഉണ്ടാവരുത്. ഓ, എന്തൊരു ബ്ലെസ്സിംഗ് ആണ് അല്ലേ? അമ്മയുടെ ജീവിതം വെച്ച് നോക്കുമ്പോ എന്റെ ജീവിതം എന്തൊരു ബ്ലെസ്സിംഗ് ആണ്. ശൂന്യം, ശൂന്യം. ഇങ്ങനെയൊക്കെ എഴുതണമെങ്കിൽ എന്തൊരു. അദ്ദേഹം ഒരു കവിയാണ്. യു ആർ എ കവി. അല്ല, എന്താ കവി അല്ല, പേരെന്താ? നമുക്കൊന്നൊരു താങ്കൾ ഒരു സ്ക്രിപ്റ്റ് എഴുതണം, എന്നിട്ട് എന്റെ ജീവിതം അതിന്റെ ബേസിസ് ആക്കി ഈ ശൂന്യമായ ജീവിതത്തിൽ കുറച്ച് കാറ്റ് നിറയ്ക്കും. നമ്മുടെ മോൾ ഇത്ര ശൂന്യമാണ് നമുക്ക് എനിക്ക് മനസ്സിലാവില്ല ഇവർക്ക് ഇത്രയും അറിവുണ്ടെന്ന്. അല്ല, ബട്ട് എന്റെ ഈ ശൂന്യമായ ജീവിതത്തിൽ അവരെങ്ങനെ മനസ്സിലാക്കി ഇതിന്റെ ശൂന്യത? എനിക്ക് ഒറ്റ സത്യം, ഈ ശൂന്യമായ ജീവിതത്തിൽ ഒരു സങ്കടമുണ്ട്. അത് ഞാൻ പറയട്ടെ. ഈ ചേട്ടൻ പറഞ്ഞ കുറെയൊക്കെ ശരിയാ. എന്താണെന്നറിയോ അമ്മ, ഞാൻ ചാവുമ്പോ ഈ കാശൊക്കെ ആരെന്ത് ചെയ്യും അമ്മ? ഞാൻ എടുക്കാം. അങ്ങനെ കുറെ പേരുണ്ട്. അതുകൊണ്ട് ഐ എം നോട്ട് ജോക്കിംഗ് റൈറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചാവൂല, അതെനിക്ക് തന്നെ അറിയാം. ബിക്കോസ് എന്നെ ഈ ലോകത്ത് എല്ലാവരും അനുഭവിച്ചിട്ടേ ഞാൻ ഈ ലോകം വിട്ടു പോകും. അത് അത്രേ ഉള്ളൂ. എസ്പെഷ്യലി സുരേഷ് ചേട്ടൻ. ഓക്കെ, സുരേഷ് ബാലകൃഷ്ണ, മറ്റേ ചേട്ടൻ ഭൈരവൻ പിള്ളയും. അപ്പോൾ ബട്ട് വാട്ട് ഐ എം സേയിങ് ഈസ് ഇറ്റ്സ് എ വെരി ബിഗ് കൺസേൺ ഫോർ മീ റൈറ്റ് നൗ. ഈ 44 വയസ്സിൽ ഐ എം റിയലൈസിങ് ഞാൻ പ്രായം കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ്സിൽ ഗുരുവാണല്ലോ. ഈ കാശൊക്കെ അമ്മ എന്തായാലും എന്നെക്കാട്ടും മുമ്പ് പോകും. അപ്പൊ അമ്മയ്ക്ക് പോകുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും എന്നാ പോകുന്നില്ല, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ മറ്റേ പോലെ ഇരുന്നോളാം ഫുൾ ഡേ എന്ന് പറഞ്ഞിട്ട്. ഇന്ന് ശരി, നമ്മൾ പോകുന്നില്ല. സോറി, ആ കോൺവെർസേഷൻ നിർത്തി. ഞങ്ങൾ രണ്ടുപേരും ആരുമില്ലേലും ശൂന്യമായ എന്റെ ജീവിതത്തിൽ എനിക്ക് അമ്മ ഉണ്ടടാ. ഇത് വായിച്ചേ പറ്റൂ. ഓ മൈ ഗോഡ്, സമയം കഴിഞ്ഞ പണം. ഇത് ശരത്ത് പള്ളിപ്പുറം, തിരുവനന്തപുരം. പണം ഉണ്ടാക്കാൻ പ്രമുഖ നേതാവിന്റെ മകനുമായി ആഘോഷിച്ചപ്പോൾ ഇനിയും ഒരു ജന്മമുണ്ടെന്ന് ആലോചിക്കണം ആയിരുന്നു. അന്ന് റിയാലിനായിരുന്നു വില. ഇന്നിപ്പോ എന്താ അമ്മേ, പന്നത്തെ റിയാലൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇന്ത്യൻ റുപ്പീസ് 100 rupees
ഏത് ഹൂ ഇസ് ദിസ് പ്രമുഖ നേതാവ്? അതാ പറഞ്ഞത്. എനിക്ക് അയാളുടെ അഡ്രസ് ഒന്ന് അത് എണ്ണം, തന്നെ. എന്റെ കയ്യിൽ നിന്ന് അയാളുടെ ഫോൺ നമ്പർ പോയി, എനിക്ക് ഒന്നുകൂടെ അയച്ചു തരും. എനിക്ക് ആ പ്രമുഖ നേതാവിന്റെ മകനെ ഒന്നുകൂടെ വേണം പ്ലീസ്. അവരുണ്ടാക്കിയ ആൾക്കാരാ. പ്ലീസ്, ഐ വാണ്ട് ഹിം അമ്മ. മേടിക്കാം. അങ്ങനെയെങ്കിലും ഞാൻ മറ്റേ ശരത് പിള്ളയോട് ഒന്ന് പറഞ്ഞേക്ക് ആ നമ്പർ. അമ്മയ്ക്കും വേണം പ്രമുഖ നേതാവിന്റെ മോൻ. അത് അമ്മ എന്റെ പ്രമുഖ സമയം നേതാവിനെ എടുത്തോ, മോനെ ഞാൻ സമയം തരാം. അമ്മ നേതാവിനെ എടുത്തോ, ഞാൻ മോനെ എടുക്കാം. വി വിൽ ഷെയർ. എന്റെ സമയം ഷെയറിംഗ് ഇസ് കെയറിംഗ് സുജാത. അമ്മ മെനപ്പോസിലായി, ഒരു ഉപയോഗമില്ല. എന്റെ സമയം കഴിഞ്ഞു. എന്റെ അറ്റ്ലീസ്റ്റ് പെരി മെനപ്പോസ കുറച്ചെങ്കിലും ഉപയോഗം ഉണ്ടാവും. ശൂന്യമായ എന്റെ ജീവിതം കുറച്ചെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും, കറക്റ്റ് ആയിട്ട് ആഞ്ഞു പിടിച്ച. എന്റെ ആളുടെ പേരെന്താ? എന്റെ മോനെ അച്ഛനും അമ്മമാരും ഉള്ളവർ ഇങ്ങനെയൊക്കെ സംസാരിക്കും. ആ പ്രമുഖ നേതാവിന്റെ മോനായിരിക്കും അവൻ. അവനായിരിക്കും ആഗ്രഹം. ഈ പ്രമുഖ നേതാവിനെ ആരാന്ന് അതെ, കണ്ടുപിടിക്കണം. റിയാൽ. അപ്പൊ ഡെഫിനറ്റ്ലി റിയാൽ എന്ന് പറഞ്ഞാൽ കുവൈറ്റ് അല്ലേ? കുവൈറ്റ് പോണം. ഓക്കെ, കുവൈറ്റിലാണെങ്കിൽ ഇപ്പൊ പോകാനും പറ്റില്ല. അമ്മയുടെ സാരി, അമ്മയുടെ ബ്ലൗസ് ഫുൾ അമ്മ ഫുൾ മറ്റേ ഷോ ആക്കി മാറ്റി എന്റെ ഷോ. നല്ല ഷോയെ. ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴേ അമ്മയ്ക്കൊരു സുഖം. നല്ല ഷോ അന്നൊക്കെ. അപ്പൊ ഇതൊക്കെ Oh my God, my mother has become so like. അപ്പൊ അങ്ങനെയാണെങ്കിൽ മറ്റേ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി ഇൻസ്റ്റഗ്രാമില്. നാട്ടിലുള്ള എല്ലാവരും നാളെ മുതൽ സുജാത ഹരിദാസ് എന്ന് പറഞ്ഞ ചാനലിൽ സുജാത ഹരിദാസ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നത്. എത്ര രൂപയാ? 1999. അതിനും വേണ്ട റുപ്പീസ് അല്ല, പൈസ. അത് ആര് വിചാരിച്ചാലും നടക്കാത്ത പരിപാടി കേട്ടാ. ഇപ്പൊ തന്നെ തുടങ്ങി അമ്മയുടെ ആഗ്രഹങ്ങൾ. അമ്മ അറിയാതെ തന്നെ പൂ അണിയുന്നു സുജാത. ലാസ്റ്റ് കമന്റ് നല്ലതാണോ ചീത്തയാണോ തീരുമാനിച്ചു. എപ്പിസോഡിന് ഭയങ്കര ലെങ്ത് ആയി പോയി. ആൾക്കാരെ തെറി വിളിച്ചിട്ട് തീരുന്നില്ല. IVF ചെയ്യാം. അതാണ് ലാസ്റ്റ്. എന്റെ പൊന്നമ്മ, IVF ചെയ്യാൻ എന്ത് കാശ് വേണമെന്ന് IVF ചെയ്യൂ. ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാവും. പക്ഷെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ഉണ്ടാക്കിയ കാശൊക്കെ ചെലവാക്കാൻ ഒരു സ്ഥലം കിട്ടി നമുക്ക്. ഈ അതാണ് അവര് പറഞ്ഞത്. അതാണ് സൊല്യൂഷൻ എപ്പിസോഡിൽ കിട്ടി. IVF ചെയ്ത് ഞാൻ ഈ നാട്ടിൽ എന്നെ പോലെ ഇനിയും കുറേണ്ടവനെ ഉണ്ടാക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം. ഓക്കെ, സമ്മതിച്ചിരിക്കുന്നു. വി വിൽ ഡു ഇറ്റ്. സോഷ്യൽ സർവീസ് मेरे नाम पे ले लो. IVF करके मैं मेरा मुल्क को बढ़ाऊंगी. എന്റെ പൊന്നമ്മ, എങ്ങനെയുണ്ട് കമന്റ്സ്? ഉഗ്രൻ കമന്റ്. എനിവേ ഗൈസ്, കുറെ പേര് ആക്യുപങ്ക്ചർ, ആയുർവേദ, കുറെ നല്ല കാര്യങ്ങൾ, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, പ്രോപ്പർ ഫുഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ്, റിക്കവറി ഒക്കെ പറയുന്നുണ്ട്. ലെറ്റ് മീ ടെൽ യു സംതിങ്. ഓക്കെ, ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ദിസ് എപ്പിസോഡ്. ഓക്കെ, പെരി മെനപ്പോസ് എന്ന് പറയുന്നത് ആക്ച്വലി സംഭവിക്കുന്ന സ്ത്രീകൾക്ക്, എസ്പെഷ്യലി എൻ്റെ പ്രായമുള്ള സ്ത്രീകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മെനപ്പോസ് എന്ന് പറയുന്ന സമയം പീരിയഡ്സ് ഒക്കെ നിൽക്കുന്ന ഒരു സമയമാണ്. അതൊക്കെ ഇങ്ങനത്തെ പീരിയഡ്സ് ഹോർമോണിൽ നിൽക്കുമ്പോൾ ശരീരത്തിൽ വരുന്ന കുറേ മാറ്റങ്ങളുണ്ട്. ഇത് പെട്ടെന്ന് ഈ ടാപ്പ് അടയ്ക്കുന്ന പോലെ നിൽക്കുന്ന ഒരു സാധനമല്ല. പതുക്കെ ക്ലോസ് ആവുന്ന ഒരു സാധനമാണ്. അപ്പോൾ ആ പതുക്കെ ക്ലോസ് ആവുന്ന പീരീഡ് ഓഫ് 5 to 10 years ഉണ്ട്. ഓക്കെ, ഇറ്റ് കുഡ് ബി 35 to 45, 40 to 50, ഡിപ്പെൻഡ്സ് ഓൺ ഡിഫറെൻറ്റ് പീപ്പിൾ, റൈറ്റ്? ആ പീരീഡിൽ വരുന്ന ഹോർമോണൽ മാറ്റത്തിനനുസരിച്ച് ബോഡി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രഗ്നൻ്റ് ആവുന്ന സ്ത്രീകൾക്ക് ഒരു കുറേ ഹോർമോണൽ മാറ്റങ്ങൾ വരുന്നില്ലേ? കുട്ടിയാവുമ്പോൾ, അമ്മയാവുമ്പോൾ മാറ്റങ്ങൾ വരുന്ന അനുസരിച്ച് ഈ പീരിയഡ്സ് ഷട്ട് ഓഫ് ആകുമ്പോഴും അങ്ങനത്തെ മാറ്റങ്ങൾ വരും. അതിൻ്റെ ഭാഗമായി വരുന്ന വേദനകളാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യം പോയി കാണുക. ഞാൻ പറഞ്ഞിരിക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. ഞാൻ പറഞ്ഞിരിക്കുന്ന ടോൺ വേറെയാണ്. കുറച്ച് തമാശയിലും കുറച്ച് ഫ്രസ്ട്രേഷനിലും പറയുന്നൊരു ടോണാലിറ്റി ഉണ്ട്. അതിൽ ടോണാലിറ്റി റീഡ് ചെയ്യാൻ പഠിക്കുക. ഇനി എന്താ പറയുക, ഈ ഒരു സാധനം ഇതിനൊരു ക്യൂറോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ഇത് ബോഡി പെയിൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോഡി പെയിൻ വരികയാണ്. അതിനെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയത്? നിങ്ങൾക്ക് ബോഡി പെയിൻ വരാറില്ലേ? ഒരു വെയിറ്റുള്ള സാധനം എടുത്താൽ ഉളുക്കാറില്ലേ? ഇത് ഇൻറ്റേർണലി ഹോർമോണലി വരുന്ന ചേഞ്ചസ് ആണ്. സോ ഇതിന് ഏറ്റവും ഞാനിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന കുറച്ച് വിദ്യകൾ എന്ന് പറയുന്നത്, ഒബ്വിയസ്ലി ഫുഡ് ഇസ് എ ബിഗ് പാർട്ട് ഓഫ് ഇറ്റ്, വാട്ടർ ഇസ് എ ബിഗ് പാർട്ട് ഓഫ് ഇറ്റ്, എക്സസൈസ് ഇസ് എ ബിഗ് പാർട്ട് ഓഫ് ഇറ്റ്, മൂവ്മെൻറ്റ് ഇസ് എ ബിഗ് പാർട്ട് ഓഫ് ഇറ്റ്. പക്ഷേ പെയിൻ റിലീഫ് എന്ന ഭാഗത്തിൽ സംതിങ് ദാറ്റ് വുഡ് ബി റിയലി ഹെൽപ്ഫുൾ ഇസ് സ്റ്റീം സോന, അല്ലെങ്കിൽ ടബിൽ ബാത്ത്സ്, എപ്സം സോൾട്ട് ഇട്ടിട്ടുള്ള ബാത്ത്സ്, 20 minutes 30 minutes, മേ ബി സം ലാവൻഡർ ഓയിൽ, മേ ബി എന്താ പറയുക, ഫുട്ട് സോക്സ്, മസാജസ്. all of these things are things that actively help. പിന്നെ ഇതിന് വേണ്ടി മെഡിസിൻസും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. യു ഹാവ് ടു ഡീൽ വിത്ത് ഇറ്റ് ആൻഡ് മൂവ് വിത്ത് ഇറ്റ്. മനസ്സിലായിട്ടില്ലേ? പക്ഷേ ആക്റ്റീവായിട്ടുള്ള കുറേ ചേഞ്ചസ് നടക്കുന്ന ഒരു സമയമാണ്. അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമൂഹത്തിനെ വളർത്തിയെടുക്കുക എന്നതാണ് നമ്മളുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തം. അത് ഇപ്പം ഞാൻ ആ അവസ്ഥയിൽ എത്തുമ്പോഴാണല്ലോ ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. എനിക്ക് മനസ്സിലാവുമ്പോൾ മാത്രമാണല്ലോ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആ സംസാരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിങ്ങളുടെ ലാക്ക് ഓഫ് നോളജ് ഓർ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓർ സ്റ്റുപ്പിഡിറ്റി കാണുമ്പം ചേച്ചിക്ക് സഹിക്കാൻ പറ്റുന്നില്ല.
ഐ ഫൈൻഡ് ഇറ്റ് എക്സ്ക്രൂഷിയേറ്റിംഗ്ലി പെയിൻഫുൾ. എൻ്റെ ശരീരത്തിൻ്റെ വേദനയെക്കാട്ടും കൂടുതലുള്ള വേദനയാണ് നിങ്ങളുടെ ഈ സ്റ്റുപ്പിഡിറ്റി കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. അതിൽ സഹതാപവും സങ്കടവും എക്സ്ട്രീം ഡിസ്ഗസ്റ്റും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഞങ്ങളുടെ കമൻറ്റ് സെക്ഷൻ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും നിങ്ങൾ എഴുതുമെന്ന് എനിക്കറിയാം, തീർച്ചയായിട്ടും എഴുതും. അങ്ങനെ എഴുതുമ്പോൾ ചേച്ചിക്ക് തിരിച്ച് പറയാനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾ തരുകയാണ്. ബട്ട് ഐ വിൽ കം ബാക്ക് ആൻഡ് ഐ വിൽ റെസ്പോണ്ട് ടു ബുൾഷിറ്റ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇങ്ങനത്തെ വീഡിയോസ് നമ്മൾ സീരിയസ്ലി ഒരു വീഡിയോ ചെയ്യുമ്പം അതിൻ്റെ ടോണാലിറ്റി മനസ്സിലാക്കാതെ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എടുത്ത് ക്ലിക്ക് ബെയ്റ്റ് ആക്കി വീഡിയോ എടുത്ത് ഇടുന്ന ആൾക്കാർ ഇതിൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ നിങ്ങളാണ്. ബിക്കോസ് ഇവർ ഈ കോമൻറ്റ്സ് ഇട്ടിരിക്കുന്നത് നിങ്ങളുടെ ഇതിന് വേണ്ടിയാണ്. എൻ്റെ വീഡിയോയുടെ അടിയിൽ ഇങ്ങനത്തെ ഒന്നുമില്ല. 1-2 കോമൻറ്റ്സ് ഉണ്ട്, അത് അമ്മ വായിച്ചു, ഇറ്റ്സ് ഓക്കെ, ദ റേഡിയേറ്റ്സ് എവ്രിവെയർ. ബട്ട് നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ ഇതിന് വേണ്ടി എൻകറേജ് ചെയ്യുകയാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള മീനിങ്ങിൽ പുറത്ത് പോകുന്നതിന് പകരം ഇത് തെറ്റായ മീനിങ്ങിലാണ് ഇത് പുറത്ത് പോകുന്നത്. സോ അങ്ങനെ ഇൻസ്റ്റഗ്രാമിലായാലും ഷോർട്സിലായാലും യൂട്യൂബിലായാലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ഹോൾ ഐഡിയ ഓഫ് ഹാവിങ് എ ന്യൂസ് മീഡിയം ഫോർ യു ഈസ് ടു ഗെറ്റ് കറക്റ്റ് ഇൻഫർമേഷൻ ഔട്ട് ദെയർ. നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്താണെങ്കിലും കൊടുത്തോളൂ. ഈ പൊട്ടത്തരം കാണിച്ച് നിങ്ങൾക്ക് ക്ലിക്ക് ബേറ്റ് കിട്ടി കാശുണ്ടാക്കുകയാണ് നിങ്ങളുടെ ധർമ്മമെങ്കിൽ ചെയ്തോളൂ, ഞങ്ങൾ പ്രതികരിക്കും. പ്രതികരിക്കാൻ പറ്റല്ലേ ഉള്ളൂ, ബിക്കോസ് ഞങ്ങൾ അഹങ്കാരികളാണല്ലോ, പ്രതികരിക്കണമല്ലോ അല്ലേ? അല്ലേ സുജാത? അത് വേണം, ഓക്കെ പ്രതികരിച്ചിരിക്കും. ആ ഓക്കെ. അപ്പം അമ്മ എൻ്റെ ഷോയിൽ ബ്ലൗസ് പാത്തിയതിൽ ഞാൻ പ്രതികരിക്കുന്നു. ഓക്കെ, അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം. അടുത്ത പ്രാവശ്യം ആ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് അമ്മയുടെ സബ്സ്ക്രിപ്ഷൻ വീണ്ടും പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റഗ്രാം തുറക്കും. സുജാത ഹരിദാസ് സുജാത. ഞങ്ങൾ കാശ് കുറച്ചു, നേരത്തെ 1000 രൂപയായിരുന്നു, ഇപ്പൊ 399 രൂപ. അധികം കുറച്ചു. Okay, bye. Oh my god.